ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം സാമ്പത്തികപരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഞാൻ മുൻ എപ്പിസോഡിൽ പറയുകയുണ്ടായി, സർപ്പദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കടം വന്ന് വീട് പോലും വിൽക്കേണ്ടുന്ന ഒരവസ്ഥ വന്ന ഓരോ വ്യക്തികളുടെയും പിൻഭാഗം നിങ്ങൾ തുറന്നു നോക്കുക. തീർച്ചയായും അവരുടെ പൂർവികരോ സർപ്പക്കാവുകൾ നശിപ്പിച്ചിട്ടുണ്ടാവും. ഒരു സംശയമില്ല. ഞങ്ങളുടെ അടുത്ത് വലിയൊരു ബിസ്ക്കറ്റ് കമ്പനിയായിരുന്നു. അവർ 1 ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ വാങ്ങിച്ചു. കേരളം മുഴുവൻ പേരെടുത്ത ഒരു ബിസ്ക്കറ്റ് കമ്പനി, പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ അവരിവിടെ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചു. അതിൽ 2 കാവ് ഉണ്ടായിരുന്നു. ആ കാവുകളെല്ലാം അവരിടിച്ച് പൊളിച്ച് നിരത്തി. ഇപ്പോൾ അവരുടെ അവസ്ഥ ബിസ്ക്കറ്റും ഇല്ല, നശിച്ച് നാറാണക്കല്ലായി. അത്രയും ശക്തിയുണ്ട് സർപ്പക്കാവുകൾക്ക്. ഒരു സംശയം വേണ്ട. നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ നിങ്ങളുടെ പിൻഭാഗങ്ങളൊന്നും തുറന്നു നോക്കേണ്ട കാര്യമില്ല, ഉറപ്പിക്കാം. നമ്മുടെ പൂർവികരുടെ ചരിത്രം തിരഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം പല വ്യക്തികളുടെയും ജീവിത പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരൊറ്റ വിഷയം, ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവരുടെ അച്ചാച്ചനോടോ അമ്മൂമ്മയോടൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഒരൊറ്റ കാര്യം, സ്വാമി പറഞ്ഞത് കറക്റ്റാണ്, സർപ്പക്കാവുകളൊക്കെ നമ്മുടെ പൂർവികർ നശിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഓരോ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് അരം വരുത്താനേ പറ്റുള്ളൂ. ഇനി നമ്മൾക്കൊരു പുതിയൊരു കാവ് വയ്ക്കാനോ ഒന്നും നടക്കില്ല. കാരണം കടം വന്ന് ഇരിക്കുന്ന വീട് വിൽക്കേണ്ട അവസ്ഥ വന്ന അവസ്ഥയാണ്. ഇനി നമ്മൾക്ക് ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് പറഞ്ഞു വരുന്നവരോട് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്ന് ആ പരിഹാരങ്ങൾ ചെയ്ത്, അതായത് അഘോരം സുദർശനം ഹോമങ്ങൾ ചെയ്ത് സർപ്പദോഷത്തിൻ്റെ ദുരിതത്തെ പ്രീതിപ്പെടുത്താനേ പറ്റുള്ളൂ. ഒരാൾക്കും ഒറ്റ അടിക്ക് മാറ്റാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാം. അതിനെ അരം വരുത്തി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഗരുഡ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ ഒറ്റയടിക്ക് മാറും. പക്ഷേ ഈ ഭൂമി അവരുടേത്. അവരുടെ ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോൾ അവരെ പ്രീതിപ്പെടുത്തി അരം വരുത്തി പശ്ചാത്തപിച്ച് വരുന്നതായിരിക്കും നല്ലത്. അതാണ് അടുത്ത തലമുറയ്ക്കും സൽസന്താനങ്ങൾക്കും ഗുണം. തീരെ നിർവാഹമില്ലെങ്കിൽ മാത്രമേ ഗരുഡ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. പിന്നെ എന്തിനാ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത്രയും നിർവാഹമില്ല, നമ്മൾക്ക് ജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ചെയ്തു കൊടുക്കരുത് എന്നാണ് ഗുരുവിൻ്റെ പ്രമാണം. ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയ ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നല്ല, നിത്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂർവികരെ ആചരിക്കുന്ന ആ ക്രിയ, അതായത് ദർഭയിലേക്ക് അർഘ്യം കൊടുക്കുന്നൊരു ക്രിയയുണ്ട്. പൂർവികർ പ്രീതിപ്പെട്ടാൽ മാത്രമേ
ധർമ്മദൈവങ്ങൾ കുളിർപ്പു തറവാടുകൾ, എങ്കിൽ മാത്രമേ നമ്മൾക്ക് സാമ്പത്തിക ഉയർച്ച വരുള്ളൂ. അതിന് സർപ്പദോഷ പ്രത്യേകിച്ചും പറയണം. സാമ്പത്തികപരമായി പിന്നോട്ട് പോവും, സന്താനങ്ങളെക്കുറിച്ച് ക്ലേശിക്കേണ്ട അവസ്ഥ സർപ്പദോഷത്തിൻ്റെതാണ്. അങ്ങനെയുള്ളവർക്ക് ആ സമ്പത്ത് വരാനും കടങ്ങൾ വീടാനുമുള്ള പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കർമ്മമാണ് ഞാൻ നിങ്ങളെ ഈ എപ്പിസോഡിലൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നാഗരാജാവിൻ്റെ ഗായത്രി നിത്യം 8 ഉരു ജപിക്കുക, കാലത്ത് തന്നെ ജപിക്കുക. ജപിക്കുമ്പോൾ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിട്ടുള്ള സർപ്പദോഷങ്ങളൊക്കെ മാറ്റി എന്നെ ഈ കയത്തിൽ നിന്നും, ഈ കടത്തിൻ്റെ ഈ കയത്തിൽ നിന്നും എന്നെ അനുഗ്രഹിച്ച് കരകയറ്റണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാവണം. നാഗരാജാക്കന്മാർ 2 പേരാണ്. വാസുകി ശൈവനാഗവും അനന്തൻ വൈഷ്ണവനാഗവുമാണ്. നാഗയക്ഷി ഊർജമത്രേ, ശക്തി. ശിവനും പാർവതി തന്നെയാണ് ഇതിൽ സത്യത്തിൽ. അപ്പോൾ നാഗരാജാവിൻ്റെ ഗായത്രി മന്ത്രം ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഈ മന്ത്രം നിത്യം 8 ഉരു അതികാലത്ത് നമ്മൾ കുളിച്ച് കുറിയൊക്കെ വരച്ച് നമ്മുടെ നിത്യകർമാദികളൊക്കെ കഴിഞ്ഞ് ഇത് ജപിക്കുക. തീർച്ചയായും നമ്മൾക്കൊരു വഴി വരും. അതിനുശേഷം നമ്മൾ കടയിൽ നിന്ന് 5 മീറ്റർ മല്ലുമുണ്ട്, അതായത് മൽമലുമുണ്ട് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. മല്ല് കോട്ടൻ്റെ മല്ലുമുണ്ട്, അത് 5 മീറ്റർ വാങ്ങണം. ഒരു ഇലയിൽ വെക്കണം. ആ ഇലയിൽ ഒരു പിടി പണം വെക്കണം, ചില്ലറ പൈസ. ഒരു നാളികേരം വെക്കണം. ഒരു അടയ്ക്കാമരപ്പൂക്കുല വെക്കണം. കദളിപ്പഴം 8 എണ്ണം വെക്കണം. ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ എന്നാണോ ഈ നാഗാരാധന ചെയ്യാൻ തുടങ്ങണേ അന്ന് നമ്മൾ ഗായത്രി 8 ഉരു ആദ്യം നാഗരാജാവിൻ്റെ ഗായത്രി ചൊല്ലി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക. ഇല വയ്ക്കുക. ഇലയ്ക്ക് മുകളിൽ 5 മീറ്റർ മല്ലുമുണ്ട്, ഒരു അടയ്ക്കാമരപ്പൂക്കുല, 8 കദളിപ്പഴം, ഒരു പിടി എണ്ണാപ്പണം സമർപ്പിക്കുക. മല്ലുമുണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പ്രധാന കാവ്, അതായത് തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ പാമ്പുമേക്കാട്ടുമന, അതല്ലെങ്കിൽ മണ്ണാറശാല ആലപ്പുഴ ഭാഗത്താണെങ്കിൽ, ഷൊർണൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ നാഗത്താങ്കാവ്, ഇങ്ങനെയുള്ള ഫേമസ് ക്ഷേത്രത്തിലേക്കാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മൾ താമസിക്കുന്ന 4 മൂലയിൽ നിന്നും പടിക്കൽ നിന്നും കുറച്ച് മണ്ണും കൂടി വെക്കണം. ഇങ്ങനെ ഈ കൂട്ടങ്ങൾ വെച്ചിട്ട് ഒഴിയണം. അടയ്ക്കാമരപ്പൂക്കല പൊളിയാൻ പാടില്ല. ആ പാള പൊളിയരുത്. പൊളിഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധിയായി. പൊളിയാതെ വാങ്ങിക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളാണെങ്കിൽ മരം കയറുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അവർ അത് ഒപ്പിച്ചു തരും. ഇങ്ങനെ വീടിൻ്റെ 4 മൂലയിൽ നിന്ന് മണ്ണും എണ്ണാപണം വയ്ക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളെല്ലാം പുറത്ത് സാമ്പത്തിക ഉയർച്ച തന്ന് എല്ലാ കടങ്ങളും വീടാനുള്ള സമ്പത്തും സമൃദ്ധിയും തരണേ നാഗരാജാവേ. ഓം നമഃശിവായ. ശിവനും പാർവതിയോടും കൂടി നാഗങ്ങളുടെ മൂലമന്ത്രം ഓം നമഃശിവായ എന്നാണ് ചൊല്ലി ഒഴിഞ്ഞു വേണം ഈ ഇലയിൽ വയ്ക്കാൻ.
നാളികേരം അപ്രകാരം തന്നെ. നാഗബന്ധനങ്ങളോ നാഗപാശബന്ധനങ്ങളോ ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിച്ച് 8 തവണ അഷ്ടനാഗങ്ങളെ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് ഈ ഇലയിൽ വയ്ക്കണം. 8 കദളിപ്പഴവും അതുപോലെ തന്നെ ഒരു നിവേദ്യം അഷ്ടനാഗങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് അതിലൊഴിഞ്ഞു വയ്ക്കണം. സാധാരണ ഇത് എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ, സ്വർണത്തിൻ്റെ നാഗം, ചെമ്പിൻ്റെ പൊറ്റ്, വെള്ളിയുടെ നാഗം, ഇതൊക്കെ സമർപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്കാണ് ആവാഹിക്കുക. അത് ചിലവേറിയ ഒരു കർമ്മ പദ്ധതി ആയതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങൾക്കൊരു തണലേകുന്ന ഒരു ക്രിയയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റം വരും. ഈ ഇല എടുത്ത് 2 കൈയിലും എടുത്ത് നമ്മൾ കീഴ്പോട്ട് ഒഴിയണം. ഞാനോ എൻ്റെ പൂർവികരോ ഏതെങ്കിലും തരത്തിലുള്ള സർപ്പനിഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് ഐശ്വര്യവൃദ്ധി തന്നാലും ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. ഇതിലെ മല്ലുമുണ്ട് നാഗക്ഷേത്രത്തിലെ തമ്പുരാട്ടിക്ക് അടിവസ്ത്രം കൊടുക്കുന്നു എന്ന സങ്കല്പമാണ് അതിൽ ചെയ്യുന്നത്. തൻ്റെ അമ്മയ്ക്ക് ഒരു അടിവസ്ത്രം കൊടുക്കുമ്പോൾ ആ സർപ്പക്കാവിലെ നാഗങ്ങളെല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കും, അതിനരം വരുത്തും. ഒറ്റടിക്ക് മാറുന്നല്ല, അതിനരം വരുത്തും. ഇതുപോലെ ഈ ഒഴിഞ്ഞതിന് ശേഷം പൊതിഞ്ഞ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ തദ്ദേശപരമായിട്ടുള്ള ആ നാഗക്ഷേത്രത്തിൽ കൊണ്ടുകൊടുത്ത് 100 പാലും കഴിക്കുക. ഇതുപോലെ വർഷത്തിൽ ഒരു ദിവസം നമ്മൾ ഈ കാര്യം ചെയ്യണം. ഏത് വർഷത്തിലാണോ നമ്മൾ മാസത്തിലാണോ നമ്മൾ ചെയ്തത്, ആ മാസം ഓർമ്മ വെച്ച് അടുത്ത വർഷം അതുപോലെ തന്നെ ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മാറ്റം വരും. ഐശ്വര്യം വന്നിരിക്കും, നിങ്ങളുടെ കടങ്ങൾ വീടിയിരിക്കും. നിത്യം നമ്മൾ 8 നാഗരാജാവിൻ്റെ ഗായത്രി ജപിക്കണം. അതിനുശേഷം നാഗരാജാവിൻ്റെ മന്ത്രം ചൊല്ലണം. ഓം പണാഷ്ടശതശേഖരം ധൃതസുവർണപുഞ്ചപ്രഭം നവസരോജരക്തേക്ഷണം സവജ്രവരലക്ഷണം നവസരോജരക്തേക്ഷണം നമാമി ശിരസാ സുരാസുര നമസ്കൃതം വാസുകിം. ഫണാഷ്ടശതശേഖരം ധൃതസുവർണപുഞ്ചപ്രഭം വരാഭരണഭൂഷിതം തരുണജാലതാമ്രാംശുകം സവജ്രവരലക്ഷണം നവസരോജരക്തേക്ഷണം നമാമി ശിരസാ സുരാസുര നമസ്കൃതം വാസുകിം എന്ന നാഗരാജാവിൻ്റെ മന്ത്രം 8 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഗായത്രി 8 പറഞ്ഞു, നാഗരാജാവിൻ്റെ മന്ത്രം പറഞ്ഞു. ഒരു മന്ത്രം കൂടിയുണ്ട്. ഓം കാമരൂപിണേ നാഗരാജായ നമ. ഈ മന്ത്രം കൂടെ ചൊല്ലണം. അങ്ങനെ 3 മന്ത്രം, ഒന്ന് ഗായത്രി, ഒന്ന് നാഗരാജാവിൻ്റെ മന്ത്രം, നാഗരാജാവിൻ്റെ മറ്റൊരു മന്ത്രവും കൂടെ ചൊല്ലണം. അങ്ങനെ ഓരോ മന്ത്രം 8 ചൊല്ലണം. ആയില്യം ദിവസം, എല്ലാ മാസത്തിലും ആയില്യം ദിവസം പ്രത്യേകിച്ച് പുഷ്പങ്ങളെ കൊണ്ടൊക്കെ അർച്ചന ചെയ്ത്, ശിവൻ്റെ രൂപം ഉണ്ടെങ്കിൽ ശിവൻ്റെ രൂപത്തിലേക്ക് അർച്ചനയൊക്കെ ചെയ്ത് ഭഗവാനെ നാഗരാജാവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കുക. അന്നേ ദിവസം ഒരിക്കലെടുക്കുക. ആയില്യം ദിവസം ഒരിക്കലെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അന്നേ ദിവസം അർച്ചനകളൊക്കെ ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ 8 മാത്രം ചൊല്ലുക.
എല്ലാ മാസത്തിലും ഈ തദ്ദേശപരമായിട്ടുള്ള ഈ കാവിയിൽ പോയി 100 പാലും കഴിക്കുക. തീർച്ചയായും വീടില്ലാത്തവർക്ക് വീടുണ്ടാവും. കടം വന്ന് മൂടിയ ആൾക്കാർക്ക് കടം വീടും. നശിക്കാത്ത സമ്പൽ സമൃദ്ധി നാഗരാജാവ് തരും. ഒരു സംശയം വേണ്ട. എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്ന ഈ കൊച്ചറിവുകൾ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കും, ഉറപ്പ്. അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാകുടുംബഭദ്രകാളി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.